ഇവിടെ എന്ത് നടക്കണമെങ്കിലും നിങ്ങളുടെയും കൂടെ അനുമതി ഇല്ലാതെ നടക്കത്തില്ല. ഇവിടെ ഒരു പിൻവാതിൽ നിയമനം നടക്കണം. ആരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത് സാർ? അറിയത്തില്ല സാർ. ഇവിടുത്തെ CPM-ന്റെ നഗരസഭാ കൗൺസിലറുടെ മകന്റെ ഭാര്യ, ആരെ സാറേ? മരുമകളെ. ഈ നഗരസഭയിൽ പൊതുജനങ്ങളുടെ പണത്തിലോടുന്ന, പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നഗരസഭയിൽ CPM-ന്റെ കൗൺസിലറിന്റെ മരുമക്കൾക്ക് എന്തു സാർ ഇവിടെ കാര്യം? ആരോട് ചോദിച്ചിട്ട് സാറേ ഇനി ഒരു നിയമനം ഇവിടെ നടത്തുന്നത്? അവരെ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നാട്ടുകാർക്കാണോ ഉള്ളത്? കൊട്ടാരക്കാർക്കാണോ ഉള്ളത്? CPM-ന്റെ ബന്ധുക്കളുടെ മക്കളെയും മരുമക്കളെയൊക്കെ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്വം ഈ നഗരസഭയിലെ ജനങ്ങൾക്കാണോ ഉള്ളത്? ആണോ സാറേ? ഉള്ളതാണോ? ചെയ്യുന്നത് അവിടെ ഇരിപ്പില്ലേ? കൊട്ടാരത്തിൽ തന്നെയില്ലേ? വേറെങ്ങും കൊണ്ടല്ലോ. അങ്ങനെ ഒരു തസ്തിക ഉണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്തൂടെ? ഇങ്ങനൊരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ആളിനെ എടുക്കാൻ പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തൂടെ? സ്ഥിര നിയമനമാണെങ്കിൽ PSC നടത്തത്തില്ലേ? ഇവിടുത്തെ SR രമേശും CPM-ന്റെ നേതാക്കന്മാർ 4-5 പേര് കൂടിയിരുന്ന് തോന്നുന്നവനൊക്കെ ജോലി കൊടുക്കലാണോ? ഇവന്മാരെ തീറ്റിപ്പോറ്റലാണോ നമ്മുടെ പണി? കൊട്ടാരത്തിലെ ഗവൺമെന്റ് ആശുപത്രി ഇതല്ലേ പണി? അവിടെ മരുന്നും ഡോക്ടറും ഇല്ലെങ്കിലും താൽക്കാലിക ജീവനക്കാർക്ക് അവിടെ ഒരു കുറവുമില്ല. സാറേ സാറിന് അറിയാമോ, സാർ ഇരിക്കുന്ന ഈ ഓഫീസാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറവ് ഓഫീസാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പരാജയപ്പെട്ട മുനിസിപ്പാലിറ്റി സാർ ഇരിക്കുന്ന ഓഫീസല്ലേ സാറേ? ഇവർക്ക് ഇങ്ങനെ തോന്നുന്ന പോലെ നിയമനം നടത്താനാണോ സാർ ഇത് വെച്ചേക്കുന്നത്? ഞാൻ ഇവിടുത്തെ കൗൺസിലർ എന്ന നിലയിൽ ഇവിടുത്തെ ഇന്റർവ്യൂ നടന്നതിന്റെ ഒരു ലിസ്റ്റ് ആവശ്യപ്പെട്ടത് 26 പേരുടെ ലിസ്റ്റ് തരുമ്പോൾ ഇതിനകത്ത് ഇവിടെ ആരാണോ നിങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ലിസ്റ്റ് തന്നിരിക്കുക. ഇങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ മാനദണ്ഡം. ഇതിനകത്ത് വേറെ രസം എന്ന് പറഞ്ഞാൽ സാറിനറിയാം, ഒരാള് ഒരു വേക്കൻസി ഉണ്ടാക്കി കൊടുത്തേക്കും അല്ല, ഒരാൾക്ക് വേണ്ടി ഒരു സെന്റർ ഉണ്ടാക്കിയേക്കുക. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു തസ്തിക മാത്രമല്ല ഉണ്ടാക്കിയേക്കുന്നത്, ഒരു വിഭാഗം ഉണ്ടാക്കിയേക്കുക, എംപ്ലോയ്മെന്റ് ഫെസിലിറ്റേറ്റർ. അതിനെ മാനേജറായിട്ട് ഇവരെ വെച്ചേക്കുക. ഇനി ഇവർക്ക് വേണമെങ്കിൽ പിയൂണിനെ വെക്കാം, ഇവർക്ക് വേണമെങ്കിൽ ക്ലർക്കിനെ വെക്കാം, ഇവർക്ക് വേണമെങ്കിൽ ഒരു വണ്ടി മേടിക്കാം, ആ വണ്ടിക്ക് ഒരു ഡ്രൈവറിനെ വെക്കാം. എവിടെ സാറേ നടക്കുന്നത്? ഒരു വേക്കൻസി ഒഴിഞ്ഞു, അവിടെ ഒരാളെ നിയമിച്ചേക്കുമല്ല, അവർക്ക് വേണ്ടി ഒരു വലിയ സംവിധാനം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് അവരെ അതിന്റെ മാനേജറായിട്ട് നിയമിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? മാനേജർക്ക് ഇനി താഴോട്ട് ആളെ എടുത്തൂടെ? അവരെ സഹായിക്കാൻ ആളിനെ എടുത്തൂടെ? ഏതെങ്കിലും നഗരസഭ എംപ്ലോയ്മെന്റ് ഫെസിലിറ്റേറ്റർ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ സാറേ? പറവൂർ നഗരസഭയിലൊക്കെ ഞങ്ങൾ വിളിച്ചു തിരക്കി, നമ്മളൊരു പോസ്റ്റേ ഇല്ല സാറേ. രമേശിന്റെ നേതൃത്വത്തിൽ ഒരു കുറുവാ സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തോന്നുന്ന ആരും ചോദിക്കാനില്ലെന്നൊരു തോന്നല്. ഇവിടുത്തെ ചില CPM-ന് അനുഭാവിയായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥര്, ഈ ഉദ്യോഗസ്ഥരെ ഏക്കാനാ പറയുന്നത്. ഇതെന്നും ഇവിടെ CPM SR രമേശ് ഭരിക്കുന്ന ഒരു സ്ഥാപനമാകത്തില്ല. CPM-മാർക്ക് തീറ്റിപ്പോറ്റാനുള്ള സ്ഥാപനമല്ല. ഞങ്ങൾ ഇവിടുത്തെ കൊട്ടാരക്കര നഗരസഭയിൽ ജീവിക്കുന്നവരും കേരളത്തിൽ ജീവിക്കുന്നവരും കൊടുക്കുന്ന പൈസയെല്ലാം നിങ്ങൾ ശമ്പളം മേടിക്കുന്നത്. അല്ലാതെ CPM-ന്റെ ബന്ധുക്കളെ, മരുമോളെ, മോനെ അവരെ സഹിക്കാൻ വയ്യ ആ കൗൺസിലറിനെ. ഇനി അവരുടെ മരുമോളെയും കൂടെ നമ്മൾ സഹിക്കണം. അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം. ഒരു മാനേജർ പോസ്റ്റിന് എത്ര രൂപ സാറേ ശമ്പളം കൊടുക്കുന്നത്? അത് എങ്ങനെ സാർ? MSW ആണ് അവർ ചോദിച്ചത്. ഈ നിങ്ങൾ നിയമിച്ച ആളുടെ ലിസ്റ്റ് തന്നിട്ടില്ല. ഭവിച്ചു പറഞ്ഞല്ലോ, നിങ്ങൾ നിയമിച്ച CPM-കാരിയായ കൗൺസിലറിന്റെ മരുമകളുടെ ലിസ്റ്റ് നിങ്ങൾ തന്നിട്ടില്ല. അത് തല്ലാത്ത എന്താ എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒളിക്കാനുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കി പങ്കെടുത്ത ആ ഇന്റർവ്യൂവിന് പങ്കെടുത്ത 26 പേരുടെ ലിസ്റ്റിനകത്തുണ്ട്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഇന്റർവ്യൂവിന് വന്നു. അതിനകത്ത് MSW-കാരുണ്ട്, MBA-കാരുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിൽ വർക്ക് ചെയ്ത ആളുകളുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകളുണ്ട്, MSW-ഉം MBA ഉള്ളവരുണ്ട്. അവരൊന്നും നിയമിക്കാതെ ഇവരെ നിയമിക്കാൻ ഇവർക്ക് എന്തോ സാറേ? അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇവിടെ ആരാ ഇത് ഇന്റർവ്യൂ നടത്തിയ സാറുണ്ടായിരുന്നു ഇന്റർവ്യൂ? നാണവും മാനവും ഇല്ലാതെ CPM-മാരെ ഞങ്ങൾ ഇനി പോറ്റണം, ഇവിടുത്തെ നാട്ടുകാർ ഇനി പോറ്റണം. ലൈറ്റ് പോലും ഇടുന്നില്ല. പല വാർഡുകളിൽ ലൈറ്റ് ഇല്ല. പവിജയുടെ വാർഡിൽ ലൈറ്റ് വെച്ചാൽ കൊടുക്കുന്നില്ല. വൈദ്യുതികളൊക്കെ, റോഡുകളില്ല, ആശുപത്രി മരുന്നില്ല. ഇതിന്റെ കീഴിൽ ഗവൺമെന്റ് ആശുപത്രി മരുന്നുണ്ടോ? വൈകിട്ട് എന്ന ഡോക്ടർ ഉണ്ടോ? ജീവനക്കാർക്ക് വല്ല കുറവുണ്ടോ സാർ? അവിടെ ഇന്റർവ്യൂ നടക്കുന്നില്ലയോ? CPM-മാരെ എടുക്കുന്നില്ലയോ? അപ്പൊ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു തോന്നല് നിങ്ങൾക്കും നിങ്ങളുടെ മേലാളന്മാർക്കും ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് ചോദ്യം ചെയ്യാനാ വന്നത്. ഞങ്ങൾ പറയുന്നു ആ നിയമനം റദ്ദ് ചെയ്യണം. അത് നിയമവിരുദ്ധമാണ്. അവർക്ക് അങ്ങനെ ജോലി കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല. അല്ല, അവിടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരു ഇതാണ്. അന്നത്തെ ഫയൽ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടില്ല. ഈ ഫയൽ ഇവിടുത്തെ സിസ്റ്റത്തിലില്ല. ഇതുപോലെ ഇവർക്ക് എന്തിനാ നിങ്ങൾ ഇപ്പൊ 3-ക്കോ 4-ക്കോ 5-ക്കോ ശമ്പളമൊക്കെ കൊടുക്കേണ്ട കാര്യം എന്താ? അതിന് ഈ നഗരസഭയിലെ ഈ പാവപ്പെട്ട എത്ര ആൾക്ക് വീടില്ലാത്ത ആളുകളുണ്ട് സാറേ? ഏറ്റവും കുറവ് വികസന പ്രവർത്തനം നടന്ന കൊല്ലം ജില്ലയിലെ നഗരസഭ ഇത്. ഒരു പോസ്റ്റ് ലൈറ്റ് ഇട്ടൂടെ ആ പൈസ ഉണ്ടെങ്കിൽ? ഒരു പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ താരിട്ട് അടച്ചുകൂടെ സാറേ?
10 പേർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തുകൂടെ? അവർ കോഴിയുടെ മുട്ട വിട്ട് ജീവിക്കത്തില്ലയോ? 2 പേർക്ക് ആടിനെയോ പശുവിനെയോ കൊടുത്തുകൂടെ സാറേ? അവർ പാല് ഇറങ്ങിട്ട് ജീവിക്കത്തില്ലയോ സാറേ? ഇവരെന്തിനാ സാറേ നമ്മൾ തീറ്റി പോറ്റുന്നേ? അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇവിടുന്ന് ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ. മറുപടി പറയും സാറേ. ലക്ഷം രൂപ എന്തോ ആവശ്യത്തിനാ സെക്രട്ടറി പോയ സാറേ ഇത് ഗൗരവമുള്ള കാര്യമാണ് സാറേ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന തമാശയല്ല, ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ ത്തിൽ വന്ന CPM ഈ നഗരസഭയിൽ ഏറ്റവും വലിയ കച്ചവടം നടത്തുകയാണ്. പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയാണ്. നഗരസഭ മാത്രമല്ല, നഗരസഭയുടെ അണ്ടറിൽ വരുന്ന നഗരസഭയുടെ വരുന്ന മുഴുവൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും നശിപ്പിക്കുന്ന, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന, അഴിമതി നടത്തുന്ന കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഇവിടെ ഈ നഗരസഭയിൽ ഒരു കുറുവാ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അഴിമതിക്ക് വേണ്ടി ഒരു സംഘം ഈ നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി CPIM-ന്റെ കൊട്ടാരക്കര നഗരസഭയിലെ ഒരു കൗൺസിലറിൻ്റെ, വനിതാ കൗൺസിലറിൻ്റെ പേര് മാന്യത ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പേര് പറയുന്നില്ല, അത് പൊതുജനങ്ങൾ മനസ്സിലാക്കും. കൊട്ടാരക്കര നഗരസഭയിലെ CPM-ന്റെ കൗൺസിലറുടെ മകൻ്റെ ഭാര്യയെ, മരുമകളെ ഇവിടെ ഒരു തസ്തിക ഉണ്ടാക്കി, ഒരു സെൻറ്റർ ഉണ്ടാക്കി അവിടെ ജോലി കൊടുത്തു. മാനേജരായിട്ടാണ് നിയമനം കൊടുത്തത്. അവർക്ക് വേണ്ടി CPM-ന്റെ നേതൃത്വം ഇതിനു മുമ്പുണ്ടായിരുന്ന കൊട്ടാരക്കര നഗരസഭയുടെ ചെയർമാനായ SR രമേശിൻ്റെ അറിവോടുകൂടി ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു തസ്തിക സൃഷ്ടിക്കുകയാണ്, ഒരു സെൻറ്റർ ഉണ്ടാക്കുകയാണ്. ആ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റേറ്റിംഗ് തസ്തികയിലേക്ക് ഇവരെ അവിടെ മാനേജറായി നിയമിക്കുകയാണ്. ഇവർക്ക് വേണ്ടി ഒരു തസ്തിക ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ, അവർ അന്നത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പനോട് ലിസ്റ്റ് ചോദിക്കുകയാണ്. പട്ടിക തരൂ സഖാവെ, ജോലി ഉണ്ട് എന്നായിരുന്നു അന്ന് ആര്യ രാജേന്ദ്രൻ. അത് വാർത്തയായതാണ്. അതേപോലെയാണ് ഇവിടെ, ആളെ തരൂ, ഞങ്ങൾ ജോലി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ CPM പറയുന്നത്. ഒരു യോഗ്യതയുമില്ലാത്ത, അടിസ്ഥാനപരമായി ഒരു യോഗ്യതയുമില്ലാത്ത ഒരു CPM-ന്റെ ബന്ധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടാരക്കര നഗരസഭയിലെ കൗൺസിലറിൻ്റെ മരുമകളെ ഇവിടെ നിയമിച്ചിരിക്കുകയാണ്. അവരെയും കൂടെ ഇനി കൊട്ടാരക്കരയിലെ ജനങ്ങൾ പോറ്റണമെന്നാണ് പറയുന്നത്.